ഇപ്പോൾ റീസെന്റ് യുഎസിലേക്ക് മൂവ് ചെയ്യാനുള്ളൊരു കേട്ടു. സോ വാട്ട് വാസ് ദാറ്റ് ഡിസിഷൻ? വൈ വാസ് ദാറ്റ് ഡിസിഷൻ ആക്ച്വലി? സോ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, നമ്മുടെ സെയിൽസ് കുറച്ചുകൂടി ഒരു എന്റർപ്രൈസ് സെയിൽസ് ആണ്. എന്റർപ്രൈസ് സെയിൽസ് ഇത് കാണുന്ന ആൾക്കാർക്ക് സോ നോർമലി ഒരു സെൽഫ് സെർവ് ഒരു SME ഓറിയന്റഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് ഒരു ഇൻബൗണ്ട് സെയിൽസ് മോഷനിൽ സെൽ ചെയ്തെടുക്കാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ഒരു എന്റർപ്രൈസ് ആണെങ്കിൽ അങ്ങനെയല്ല. ഒരു എന്റർപ്രൈസിൽ ഒരു പ്രൊഡക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഒന്ന് വെച്ചാൽ അത് അവരാദ്യം ഇതിനെപ്പറ്റി അറിയും. അറിഞ്ഞതിന് ശേഷം അവർക്കൊരു ക്ലാരിറ്റി ഓഫ് ഇതെന്താണ് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി. അവരുടെ യൂസ് കേസും ഭയങ്കര ഡീപ്പായിരിക്കും. ജസ്റ്റ് ഒരു പോയിന്റ് ഓഫ് ടാസ്കിനല്ല അവർ വരുന്നുണ്ടാവുക. ലൈക്ക് ഒരു ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഷുഡ് ഐ ഡു ആസ് എ ബ്രാൻഡ് നെക്സ്റ്റ്. അപ്പോൾ അതാകുമ്പം മാർക്കറ്റിംഗിൽ എന്താണ് ഇമ്പാക്ട്, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൽ എന്താണ് ഇമ്പാക്ട്, ഇങ്ങനെ പല ഒരു ഇറ്റ്സ് എ കോംപ്ലക്സ് ഓർ എ വൈഡ് ഓഫറിംഗ് ദേ ആർ ലുക്കിംഗ് ഫോർ. അങ്ങനെ നോക്കുമ്പം അവർക്കത് മനസ്സിലാവണം. ഒരാൾക്ക് മാത്രം മനസ്സിലാക്കിയാൽ പോരാ, അവിടുത്തെ എല്ലാ സ്റ്റേക്ക് ഹോൾഡറും മനസ്സിലാവണം. എന്നിട്ട് അവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യണം. എന്നിട്ട് അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. ഇതാണ് ഒരു പ്രോസസ്. ഇല്ലെങ്കിൽ വേറെ പ്രോസസ് എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി ഒരു RFQ റേസ് ചെയ്തിട്ടുണ്ടാവും. റിക്വസ്റ്റ് ഫോർ കോഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ RFP റേസ് ചെയ്തിട്ടുണ്ടാവും. അത് ആ RFPക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. അപ്പൊ അവരൊരു സെറ്റ് പ്രോസസ്സാണ്. അവർ കുറെ വെൻഡേഴ്സിനെ സെലക്ട് ചെയ്യും, കുറെ വെൻഡേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യും, എല്ലാ ക്രൈറ്റീരിയയും മാച്ച് ചെയ്യണ്ടോ നോക്കും, എന്നിട്ട് ദേ മേക്ക് എ സെയിൽ. അപ്പൊ ഈ ഒരു പ്രോസസ്സിൽ ഈ കസ്റ്റമേഴ്സിനെ അറിയാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അവരെന്താണ് നോക്കുന്നത്, അവരുടെ കീ കൺസേൺസ് എന്തൊക്കെയാണ്, അവരുടെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ്,